ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ വ്ലോഗാണ്, എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ദിവസം നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ ദിവസം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ തലേന്ന് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരി, അതിലേക്ക് നമ്മൾ ചോറ്, പിന്നെ നാളികേരം ചിരവിയത്, അത് ഏകദേശം ഒരു മുറിയോളം നാളികേരം ഉണ്ട് ചിരവിയത്, അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നാളികേരം, ചോറും അതുപോലെ അരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് നമ്മൾ മിക്സിയിലിടുക. ഇത് ഈസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്, പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പഞ്ചസാരം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചതിന് ശേഷം കിട്ടിയ മാവാണ് ഇത്. നന്നായിട്ട് നമ്മൾ ചെറു ചൂടുള്ള സ്ഥലത്ത് നന്നായിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നന്നായിട്ട് അടച്ച് വെക്കുക. നമ്മളെ പാലപ്പത്തേക്ക് സിമ്പിളായിട്ടുള്ളൊരു പച്ചക്കറി കുറുമ ഉണ്ടാക്കുന്നത്. ഇതിൽ ഗ്രീൻ പീസും കിഴങ്ങും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം അധികം പച്ചക്കറി വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, സവാള, ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ നമ്മൾ കിഴങ്ങ്, പുഴുങ്ങിയെടുത്ത കിഴങ്ങ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ പീസ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കുത്തി ഉടച്ച കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തു. ഇത് തേങ്ങാപ്പാലാണ്, ഒരു അരമുറി തേങ്ങയുടെ പാല്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഇതൊക്കെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മുടെ പാലപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. ചട്ടി നന്നായിട്ട് ചൂടായി. ഇനി മാവ് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാവും കേട്ടോ. അത് നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുറുമയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാലപ്പവും കുറുമയും എനിക്കിഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ അത് അമ്മൻ്റെ കോഴികളാണിത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാട്ടോ. ഏകദേശം ഒരു 10ഓളം കോഴികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂട്ടിൽ നിന്ന് തുറന്ന് വിട്ടിട്ടുണ്ട്. ചെറിയ കോഴികളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധികം പുറത്തേക്കൊന്നും ഇവരെ വിടാറില്ല. കാരണം വീടുമായിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് അതിന് ശേഷം മാത്രമേ പുറത്തേക്കൊക്കെ കോഴികളെ വിടാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പുറത്ത് പോവാതെ വെക്കാൻ വേണ്ടിയിട്ട് വിറക് പുറമെ തന്നെ വെച്ചിട്ട് ഒരു നെറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കും. അപ്പോൾ പിന്നെ ഡെയിലി ഉള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ടെറസിലുള്ള പച്ചക്കറിത്തോട്ടം ഒന്ന് നനയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തതുകൊണ്ട് നമ്മളൊന്ന് കയറി നോക്കുകയാണ്. നനയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാത്തിനും നല്ല വെള്ളമുണ്ട്. കാരണം ഇന്നലെ നല്ല മഴ പെയ്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു പണി ലാഭമായിട്ടൊന്ന് എന്നും നനയ്ക്കാറുണ്ട്. ഇപ്പോൾ ഉണ്ടോ, ഇന്ന് നമ്മളെ തക്കാളിയിൽ പുതിയതായിട്ട് പഴുത്ത തക്കാളികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ഉണർവുണ്ടെന്ന് നമ്മളെ ചെടികൾക്ക്. കാരണം നല്ല മഴ കിട്ടിയതുകൊണ്ടേ. അല്ലെങ്കിൽ ഈ നേരമൊക്കെ ആവും നമ്മൾ നനക്കാൻ ചെല്ലുമ്പോഴേക്കും ചെടികളൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ വീടിൻ്റെ ചുറ്റുള്ള കുറച്ച് വ്യൂസാട്ടോ. നമ്മുടെ മാവ് കണ്ടോ, മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉച്ചക്കുള്ള ഫുഡ്. അപ്പോൾ ഇന്ന് ഉമ്മ പറഞ്ഞാൽ നമുക്ക് കപ്സ വെക്കാമെന്ന്. അപ്പോൾ ഒന്ന് ഉമ്മാനെ സഹായിക്കാം. കപ്സ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ വെക്കുന്നത് അല്ലേ. സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു.
ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊക്കെ അതിൽ കിട്ടും. സബോള എരിഞ്ഞത്, ഒക്കെ നന്നായിട്ട് വഴറ്റുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മാഗിൻ്റെ 2 കട്ട ഇട്ടിട്ടുണ്ട്, മല്ലി, കുരുമുളക് ഇതൊക്കെ പൊടിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ലെമൺ ഒന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കപ്സ മസാല, ടൊമാറ്റോ പേസ്റ്റ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ടൊമാറ്റോ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം, നല്ല തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ ബീഫുണ്ട്, കപ്സപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അത് നമ്മൾ ഈ മസാലക്കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ കപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അരി വെച്ചിട്ടല്ല ഇത് ചെയ്തെടുക്കുന്നത്. നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്ന് സർക്കാരിൻ്റെ വക എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, ആ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ അരി ഒരു 2.5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്തെടുത്തതാണ്. ആ അരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ നമ്മളുടെ കപ്സയുടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. കപ്സയിലോട്ട് ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടൊരു സോസ് പോലെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഓരോ ഐറ്റംസ്: വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അവസാനം കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വിചാരിക്കും കപ്സരി വെച്ചല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ കപ്സ് വെക്കുന്ന അതുപോലെ തന്നെ ഉള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ അരി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നാച്ചുറലായിട്ടുള്ളതല്ല. അതൊക്കെ എന്തോ മൈദയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അവരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ആരോഗ്യത്തിന് അത്ര ദോഷകരമൊന്നും അല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സ്ഥലമാണിത്. ഇത് ശരിക്കും കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷനിൽ ഇത് ചെറിയൊരു പയർ കൃഷിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ ചുറ്റുള്ള 4 വീട്ടുകാർ ആ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചിട്ട് അവിടെ ഒന്ന് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ആ സ്ഥലം ഒന്ന് നന്നായിട്ട് വെട്ടിത്തെളിച്ച് നന്നാക്കി കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു മഞ്ഞൾ കൃഷി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തറയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പ നന്നായിട്ട് തറ വെക്കുന്ന റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പയും ചെറിയ അനിയനും കൂടിയിട്ട് ഒരു മഞ്ഞൾ കൃഷി തുടങ്ങുകയാണ്. മഞ്ഞളിൻ്റെ വിത്തുകളൊക്കെ നടുന്നതാണ് കാണുന്നത്. ശരിക്കും നമ്മൾ പുതിയ തലമുറകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു അറിവൊന്നുമില്ല. പിന്നെ എൻ്റേത് എന്ന് പറയുന്നത് ഒരു കർഷക ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയുന്നതാണ്. ശരിക്കും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. ഉപ്പൊക്കെ നന്നായിട്ടിത് കുഴിച്ചിടുന്നുണ്ട്. 2 വിത്തുകളൊക്കെ വീതമാണ് കേട്ടോ മണ്ണിൽ കുഴിച്ചിടുന്നത്. കുഴിച്ചിട്ട തറൻ്റെ മേലെ നമ്മളെ കുറച്ച് ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ട്. ഉണങ്ങിയ ഇലകളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഇലകളൊക്കെ നന്നായിട്ട് ഇട്ടതിന് ശേഷം അതിന് മേലെ നമ്മുടെ തെങ്ങിൻ്റെ ഓല കൊണ്ടുവന്നിട്ട് വെക്കുന്നുണ്ട്.
ശരിക്കും നല്ല തണുപ്പും കിട്ടും. മാത്രമല്ല ഇപ്പോൾ നമ്മൾ നനച്ചൊക്കെ കൊടുക്കുമ്പോൾ ആ വെള്ളം അവിടെ തന്നെ കിടക്കും ചെയ്യും, ഒഴുകി പോകുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മഞ്ഞൾ കൃഷീൻ്റെ കുറച്ച് മെത്തേഡുകളൊക്കെയാണിത്, ഇങ്ങനെയൊക്കെയാണിത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ 4 വീട്ടുകാർ കൂടിയിട്ട് ഈ ഒരു പ്രദേശം കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഈവനിങ്ങിൽ നമ്മളിനി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മാംഗോ ജ്യൂസാണ് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു ജ്യൂസാകാമെന്ന് വിചാരിച്ചതാ. ഈ മാങ്ങ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്, അത് പഴുപ്പിച്ചെടുത്തതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്ത് നമ്മൾ മിക്സിയിലിട്ട് പഞ്ചസാര ആവശ്യത്തിന് മധുരം ഇട്ടോളൂ കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് ഏലക്കായ, പിന്നെ പാല്, ഇതൊക്കെ കൂട്ടിയിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. ഇതാ അപ്പോൾ നമ്മളെ അടിപൊളി മാംഗോ ജ്യൂസ് റെഡി, ഫ്രഷ് മാംഗോ ജ്യൂസ്. കൂടെ നമുക്ക് ഇന്ന് പഴംപൊരിയും കൂടെ ഉണ്ട് ജ്യൂസിൻ്റെ കൂടെ. നമ്മളെ പഴംപൊരി നമ്മൾ ചെയ്തത് ശരിക്കും മൈദ വെച്ചിട്ടല്ല, നമ്മൾ ഗോതമ്പ് പൊടിയും റവപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ്. ഇത് വേറൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ വേറെയാണ്. അപ്പോൾ ഇതാ നല്ല പഴംപൊരി, കൂട്ടത്തിൽ കുറച്ച് നെയ്യപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നെയ്യപ്പം പഴംപൊരിയും ജ്യൂസൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന് കുശാലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊക്കെയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക്